എല്ലാവർക്കും നമസ്കാരം. ടി താരിഫ് എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കാം. ടൈം ഓഫ് ദ ഡേ താരിഫ് എന്നാണ് അതിന് പറയുക. ഒരു ദിവസം 3 ടൈം സോണുകളിൽ ലഭ്യമാകുന്ന റീഡിങ്ങിന് 3 രീതിയിലുള്ള റേറ്റുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ താരിഫ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ താരിഫിൽ നോർമൽ, പീക്ക്, ഓഫ് പീക്ക് അങ്ങനെയുള്ള ടൈം സോണുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിലിരിക്കുന്ന മീറ്ററുകളെല്ലാം മീറ്ററുകളാണ്. ടൈം ഓഫ് ദ ഡേ താരിഫ് കണക്ക് കൂട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് മനസ്സിലാക്കാം. നോർമൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ വരെയുള്ള സമയത്ത് എടുക്കുന്ന ഉപയോഗത്തിന് അനുസരിച്ചിട്ടുള്ള റീഡിങ്, അതിനെ നമ്മൾ നോർമൽ റീഡിങ് ബില്ലിങ്ങിനകത്ത് T1 ഓർ E1 അല്ലെ C1 അങ്ങനെ ഉണ്ടാവും. അത് നോർമൽ ബില്ലിംഗ്. അതിന് ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ ആണെങ്കിൽ നോർമൽ ബില്ലിങ്ങിന് അവർക്ക് ചാർജ് ചെയ്യുന്ന 90%. പകൽ സമയത്ത് ഒരു വൈദ്യുതി ഉപഭോക്താവ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അവർ നൽകേണ്ടി വരുന്ന തുക എത്ര യൂണിറ്റാണോ കൊടുക്കുന്നത് അല്ലെ ഉപയോഗിക്കുന്നത്, ആ യൂണിറ്റിന് വൈദ്യുതി ബോർഡ് പറഞ്ഞിട്ടുള്ള തുകയുടെ റേറ്റിൻ്റെ 90% ആണ് കൊടുക്കേണ്ടി വരിക. അതായത് 5 രൂപ റേറ്റിലുള്ള സ്ലാബിലാണ് നമ്മൾ, അല്ലെങ്കിൽ ആ യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 5 രൂപയുടെ 90% എന്ന് പറയുമ്പോൾ അത് 4 രൂപ 50 പൈസ വരും. 10 രൂപയാണ് അതിൻ്റെ ചാർജ് വരിക എന്ന് വെച്ചാൽ അതിന് 9 രൂപ. അല്ലെ 1 രൂപയാണ് ചാർജ് നോർമൽ താരിഫിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് 90 പൈസ. അതാണ് 90% നോർമൽ സമയത്ത് ബില്ലിങ്ങിൽ നമ്മൾ നൽകേണ്ടത്. രണ്ടാമതൊരു കാര്യം പീക്ക് അവേഴ്സ്. പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം, വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം. ഈ സമയത്ത് വൈദ്യുതി ഉപയോഗിക്കുന്നവർ നോർമൽ താരിഫിന്, അതായത് സാധാരണ റൂളിംഗ് താരിഫ് എത്രയാണോ, യൂണിറ്റ് റേറ്റ് എത്രയാണോ, അതിന് അഡീഷണൽ ആയിട്ട് 25% കൂടെ കൂടുതൽ കൊടുക്കണം. കാരണം ആ സമയം വൈദ്യുതി പ്രൊഡക്ഷൻ കുറവാണ്, വൈദ്യുതിയുടെ ഉപയോഗം കൂടിയിരിക്കുന്നു. പുറത്തു നിന്നും വൈദ്യുതി വലിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരുമ്പോൾ ഒരു 25% അധിക തുക നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന കാര്യത്തിൽ ആ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. ഈ സമയത്ത് വൈദ്യുതിയുടെ ദൗർലഭ്യം കൂടുതലുണ്ട്. ആ ദൗർലഭ്യം വരുന്നതനുസരിച്ച് നമുക്ക് വൈദ്യുതി ലഭിക്കാതെ വരുന്നുണ്ട്, തുക കൂടുന്നു. ആ തുക കൂടുന്നത് കൊണ്ടാണ് ബില്ലിങ് ഏർപ്പെടുത്തിയപ്പോൾ 25% അധികം ബില്ല് നൽകേണ്ട സ്ഥിതിയിലേക്ക് വന്നത്. അത് ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കും തോറും അതിൻ്റെ താരിഫും അല്ലെ റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത് വരുന്നത് ഓഫ് പീക്ക് എന്നുള്ള സമയമാണ്. ഓഫ് പീക്ക് എന്ന് പറയുന്നത് വൈകുന്നേരം 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം, രാത്രി 10 മുതൽ രാവിലെ 6 മണിയുള്ള സമയം. ഈ സമയത്ത് സാധാരണ മുൻകാലങ്ങളിൽ ഈ സമയത്ത് ഉപയോഗങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി, എല്ലാ വീട്ടിലും എക്യുപ്മെൻറ്റ്സ്, മറ്റുള്ള ഡിവൈസുകൾ, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്നു. നൈറ്റ് ജോലികൾ വന്നു, നൈറ്റ് ലൈഫുകൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നൈറ്റിലെ ഉപയോഗം AC-യുടെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒക്കെ ഉപയോഗം കൂടി വന്നപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ AC ഒക്കെ ആയി. അതുപോലെ വൈദ്യുതി ചാർജിങ് ഒക്കെ രാത്രിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ. അങ്ങനെ വന്നപ്പോൾ അതിന് നോർമൽ താരിഫ് എന്നുള്ളത് ആ റൂളിംഗ് താരിഫ് എത്രയാണോ, ഒരു യൂണിറ്റിന് 5 രൂപയാണെങ്കിൽ ആ 5 രൂപ തന്നെ കൊടുക്കേണ്ടി വരുന്നു. അവിടെ കൂടുതലുമില്ല കുറയുമില്ല. പണ്ട് മുൻകാലങ്ങളിൽ നോർമൽ സമയത്ത്, അതായത് പകൽ സമയത്ത് ഈടാക്കിക്കൊണ്ടിരുന്ന താരിഫ് റേറ്റ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഈടാക്കാൻ ബോർഡ് തുടങ്ങിയിരിക്കുന്നു. പകൽ സമയത്ത് ഒരു 10% നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തും തരുന്നുണ്ട്. അത് ബില്ലിങ്ങിന് മാത്രമാണ്. ബില്ലിംഗ് വേണ്ടി വരുന്നത് 500 യൂണിറ്റ്, 2 മാസം 500 യൂണിറ്റ്, ഒരു മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗം വരുന്ന ഉപഭോക്താക്കളെ 2 മാസം കൂടി ബില്ല് ചെയ്യുമ്പോൾ അതിനെ ബില്ലിംഗ് ആക്കി മാറ്റും. അതായത് 2 മാസത്തെ ഉപയോഗം 500 യൂണിറ്റിന് മുകളിൽ വരുന്നവർ
അങ്ങനെ വരുന്നവർക്ക് മാത്രമാണ് ഈ ഒരു TOD ബില്ലിങ് ബാധകമാകുക. അതിനുശേഷം അവർ ഇതിൻ്റെ ഉപയോഗത്തിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവർ പഴയ രീതി ടെലസ്കോപ്പിക് സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യും. 500 യൂണിറ്റിന് മുകളിലേക്ക് ഉപയോഗം പോകുമ്പോൾ രണ്ട് രീതിയിലാണ് ചാർജ് വർധനം ഉണ്ടാകുക. അത് നോൺ ടെലസ്കോപ്പിക് രീതിയിലാണ് ചാർജ് ചെയ്യുക. ടെലസ്കോപ്പിക് രീതിയും നോൺ ടെലസ്കോപ്പിക് രീതിയും മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ TOD ബില്ലിങ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ടായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആ കമൻറ്റ് ബോക്സിൽ വരുന്നതനുസരിച്ചിട്ടുള്ള മറുപടിയും ലഭ്യമാവുന്നതാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.